തൃശ്ശൂരിലേക്ക് പോകാൻ നേരത്തെ ലിഷോ അവിടെ ഒരു ഗ്യാസ് ഏജൻസിയിലാണ് നിന്നത്. അവരും നിസ്സഹായരായി നിൽക്കുകയാണ് അവിടുത്തെ ജീവനക്കാർ. ലിഷോയിൽ നിൽക്കുമ്പോൾ തന്നെ വിളികൾ വരുന്നു, ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ലിഷോയ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ആ പറഞ്ഞ പോലെ കുന്നംകുളം അടക്കമുള്ള മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുണ്ട്. അവർ 10-250 പേരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഭക്ഷണം വയ്ക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് നേരത്തെ ലിഷോയോട് സംസാരിച്ചയാൾ സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞു തുടങ്ങിയോ കുന്നംകുളവും തൃശ്ശൂരും ഒക്കെയുള്ള ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ? ദിവിഷേ, ഈ വിളികളൊക്കെ തന്നെ എത്തുന്നത് ഗ്യാസ് ഏജൻസികളിലേക്കാണ്. ഞാൻ ഈ നിൽക്കുന്നത് ഈ ഒരു HP-യുടെ ഗ്യാസ് ഏജൻസിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരുപാട് കുറ്റികളാണ് വെച്ചിരിക്കുന്നത്. ഗ്യാസ് കുറ്റികൾ ഇങ്ങനെ ഒഴിഞ്ഞ കുറ്റികളാണ് ഇതൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ തന്നെ ഇത് റീഫില്ല് ചെയ്യുന്നത് കാത്തു കിടക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ കേട്ടവരുടെ എല്ലാം തന്നെ കാര്യമെന്ന് പറയുന്നത് ഗ്യാസ് വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടു. ഇതൊക്കെ നൽകേണ്ടവരുടെ അവസ്ഥ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. കാരണം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലധികമായി ഈ ലോഡ് പോവുകയാണോ? ഒരു മിനിറ്റ്. അല്ല, ഇത് റീഫില്ല് ചെയ്യുന്നത് കയറ്റിക്കൊണ്ട് പോയല്ല. ഇതിപ്പോൾ റീഫില്ല് ചെയ്യാനായി വണ്ടിയിലേക്ക് കയറ്റുകയാണ്. പക്ഷെ ഇത് കയറ്റി കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് പ്രതീക്ഷ ഉണ്ടായിട്ടൊന്നുമല്ല. അവിടെ ചെന്ന് മുൻഗണനാക്രമത്തിൽ നമ്മുടെ വണ്ടി അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളൊരാവശ്യം. അത് എന്ന് മുതലാണ് ഇത് കൊടുത്തു തുടങ്ങുന്നത്. ആ സമയത്ത് ആദ്യം ഈ വണ്ടിക്ക് കിട്ടാനായി, അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻഗണന ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇത് കയറ്റി വിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം. ഇതിപ്പോൾ എന്തിനാ കയറ്റി കൊണ്ടുവന്നത്? ഇതിപ്പോൾ കയറ്റിയത് പോകുന്നത് നമ്മളവിടെ പോയിട്ട് കഴിഞ്ഞാൽ, കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് സീനിയോറിറ്റി കിട്ടും. ആ സീനിയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ കാല് കയറ്റിയിട്ട് പോകുന്നത്. ഈ കൊമേഴ്ഷ്യൽ കുറ്റികൾ ഒന്നും നിറച്ച് കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു 6 ദിവസമായിട്ട് നിറച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നൊരു 100 സിലിണ്ടർ വന്നിട്ടുണ്ട്. ഇന്നൊരു 100 എണ്ണമാണ്. 6 ദിവസത്തിന് ശേഷം ഒരു 100 എണ്ണമാണ് വന്നത്. അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു 6 ലോഡ് 5 ലോഡ് ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു 100 എണ്ണം ഒന്നും കിട്ടിയിട്ട് ഒന്നും ആവൂല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഹോട്ടലുകളും ഇപ്പം ഗാർഹിക ഉപയോഗിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തു നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു രക്ഷയില്ല. ഫോൺ എടുക്കാൻ നിവൃത്തിയില്ല. അവരുടെ അടുത്ത് മറുപടി പറഞ്ഞ് നമ്മൾക്ക് വയ്യാതായി. അപ്പോൾ ഗാർഹിക ഉപയോഗത്തിനുള്ളത് കൊടുത്തുവിടുന്നുണ്ടല്ലോ. ഗാർഹിക ഉപയോഗത്തിനുള്ളതുണ്ട്. സാധനം നമ്മൾ ബുക്കിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പ്ലാന്റിലേക്ക് പോകുമ്പോൾ അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്താ അവർ പറയുന്നത്? എന്താ അവിടെ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഓർഡറാണ്. ഞങ്ങൾക്കിപ്പോൾ നിലവിലിപ്പോൾ അവിടെ നിന്നൊരു ഓർഡർ കിട്ടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ്. ഈ ഗാർഹിക ആവശ്യത്തിനുള്ളത് കൊടുക്കേണ്ടതെന്നാണ് ഓർഡർ എന്ന് പറയുന്നത്. ആ ഗാർഹിക ആവശ്യത്തിനുള്ള ഇത് കിട്ടുന്നുണ്ട്. ചെറുത് ഒരു 40 kg കിട്ടുന്നുണ്ട്. നമ്മളെ ബുക്കിങ്ങിനനുസരിച്ചിട്ട് നമ്മൾക്ക് കമ്പനിയിൽ നിന്ന് തരുന്നുണ്ട്. അത് എത്ര ദിവസം തരുന്ന അറിയൂല. നിലവിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 90 kg കൊമേഴ്സിലാണ്. കൊമേഴ്ഷ്യൽ വേണ്ടെന്ന് പറയുന്നത്, കൊടുക്കേണ്ടത് അതില്ല. കൊമേഴ്സിൽ അതേപോലെ 5 kg 47 അങ്ങനത്തെ ഉള്ള സുമോ അങ്ങനത്തെ ഉള്ള ഗ്യാസുകളൊന്നും നിലവിൽ ഏതും ഫില്ല് ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ ഒരു 2.5 കോടി കടം എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾ വല്ലാത്തൊരു കടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം എത്ര കുറ്റികൾ ഇവിടെ നിന്ന് കൊമേഴ്ഷ്യൽ പോയിരുന്നു? ഇവിടെ ഒരു ദിവസം ഒരു 1000-1500 സിലിണ്ടറിൻ്റെ അടുത്ത് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിപ്പോൾ ഒന്നും പോകുന്നില്ല. ഇപ്പോൾ പോവാതല്ല, ഇപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധനം ഇല്ല. അതാണ് കുഴപ്പം. കൊടുക്കാൻ ഞങ്ങൾക്ക് സ്റ്റോക്കില്ല കയ്യിൽ. ഇത് അവർ ഒന്നും പറയുന്നില്ല. അതായത് എന്ന് ഇത് തീരും അല്ലെങ്കിൽ എന്ന് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതിൻ്റെ യാതൊരു ഒരു അറിവും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അവർക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള അറിവ്. ഇതിപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല, എല്ലാ ഏജൻസികളും ഇത് സെയിം തന്നെയായിരിക്കും. എല്ലാവരും എല്ലായിടത്തും ഇതേ അവസ്ഥയാണ്. ഓൾ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇപ്പം അതിന് എന്താ പ്രതീക്ഷ? നമ്മളും വല്ലാത്തൊരു ഭയപ്പാടിൽ തന്നെയാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഈ എത്രത്തോളം സിലിണ്ടറുകളാണ് സാധാരണഗതിയിൽ ഇവിടുന്ന് എത്ര എണ്ണം റീഫിൽ ചെയ്ത് വരാറുണ്ട് ഒരു ദിവസം? ഒരു ദിവസം ഒരു 1500-1700 സിലിണ്ടറൊക്കെ വരുന്നൊരു. അതിന് പകരമാണ് 100 എണ്ണം വന്നിട്ടുള്ളത്. 100 എണ്ണം വന്ന് നടക്കുന്നത്. 100 എണ്ണം വന്ന് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത് പറഞ്ഞാൽ ഹോസ്പിറ്റല്, അതുപോലെ മറ്റേ വിദ്യാലയത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അവർ പറയുന്നവർക്ക് കൊടുക്കാനുള്ളൊരു ഓർഡറിലാണ് ഒരു 100 എണ്ണം തന്നടക്കുന്നത്. അത്രയും അത്യാവശ്യമായിട്ട് അല്ല പോലീസ് ക്യാമ്പ് അങ്ങനത്തെ ഉള്ളിടത്തേക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ 100 എണ്ണം തന്നു വിട്ടടക്കേണ്ടത്.
തീർച്ചയായും ദിവിഷ്, അതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ വിളിക്കുന്നവരൊക്കെ തന്നെ ഈ ഗ്യാസ് ഏജൻസികളെയാണ് വിളിക്കുക. അവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവർക്ക് കുറ്റികൾ കിട്ടാനില്ല, നിറച്ച് നൽകാനില്ല. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ കയറ്റി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതീക്ഷയാണ്. ഈ കയറ്റി വെച്ചിരിക്കുന്ന കുറ്റികൾ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. ഇത് എന്ന് റീഫിൽ ചെയ്ത് കിട്ടും എന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവുമില്ല. അത് കിട്ടുന്നതിന് വേണ്ടി 10% പോലും സിലിണ്ടറുകൾ വരുന്നില്ല എന്നാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. ഇതാണ് എല്ലാ പാചകവാതക ഏജൻസികളുടെയും സ്ഥിതി ഇത് തന്നെയാണ്.